ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ വാർ ലെറ്റ് കോൺസ്റ്റ് ഒക്കെ നമ്മൾ ഗോത്രൂ ചെയ്തിരുന്നു. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന വാർ ഉപയോഗിക്കുമ്പോൾ ചില സ്ട്രേഞ്ച് ബിഹേവിയേഴ്സ് ഉണ്ടാകും. അതാണ് ഇനി നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വാർ ബേസിക്കലി എന്ത് ചോദിച്ചാൽ വാറിൻ്റെ ഒരു വിയേർഡ് ഫീച്ചറാണ് സെയിം സ്കോപ്പിൽ സെയിം വേരിയബിൾ നമുക്ക് വീണ്ടും ഡിക്ലെയർ ചെയ്യാം എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഈ കോഡ് കമൻ്റ് ഔട്ട് ചെയ്യാണ് തൽക്കാലം. എന്നിട്ട് ഞാൻ തിരിച്ച് ഇത് രണ്ടും അൺകമൻറ്റ് ചെയ്തിട്ട് ഞാനിവിടെ console.log ഞാനിവിടെ ഒന്നും കൂടി ഡിക്ലെയർ ചെയ്യണം വാർ യൂസർ നെയിം ഈക്വൽ ടു ദ്രാവിഡ് എന്ന് പറഞ്ഞ് എഴുതി സേവ് ചെയ്യാം. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വാറിൻ്റെ വിയേർഡ് ഫീച്ചറാണ് സെയിം സ്കോപ്പിൽ സെയിം വേരിയബിൾ നമുക്ക് വീണ്ടും ഡിക്ലെയർ ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ ഞാനിവിടെ സേവ് ചെയ്തിട്ട് നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം എന്താ വരേണ്ടത് എന്നുള്ളത്. സോ റീലോഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ദ്രാവിഡ് ആണ് പ്രിൻറ്റ് ചെയ്തത് എന്നുള്ളത്. സോ ബേസിക്കലി ലേറ്റസ്റ്റ് എന്താണോ വേരിയബിളിന് വാല്യൂ എടുക്കുന്നത് അതാണ് അവർ പ്രിൻറ്റ് ചെയ്യുക ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വാല്യൂ റീഅസൈൻ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷേ റീഡിക്ലെയർ ചെയ്യുന്നത് നമ്മൾ പ്രാക്ടിക്കലി ഈ നെവർ നീഡഡ് ആണ് ആക്ച്വലി. അത് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമതും അതേ വേരിയബിളിനെ റീഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് റീഅസൈൻ ചെയ്യാം വാല്യൂവിനെ, റീഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു റീസണൊക്കെ കൊണ്ടാണ് നമ്മൾ ലെറ്റും കോൺസ്റ്റും കുറച്ചുകൂടി ബെറ്റർ ആണെന്നൊക്കെ പറയാൻ കാരണം ലെറ്റിലും കോൺസ്റ്റിലും സെയിം സ്കോപ്പിൽ റീഡിക്ലെയർ ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എറർ വരും. നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഓക്കെ, ഇനി മറ്റൊരു ഡേഞ്ചറസ് തിങ് ആണ്, ഞാനിവിടെ യൂസർ നെയിം ഞാൻ ദ്രാവിഡ് എടുത്ത് മാറ്റി. ഇപ്പം ഞാനിവിടെ വേരിയബിളിന് കൊടുക്കുകയാണ്, ഒരു വേരിയബിളിന് യൂസർ നെയിം എന്നുള്ള വാല്യൂവിന് വേരിയബിളിന് ഒരു വാല്യൂ കൊടുക്കണം, സച്ച് എന്നുള്ള ഒരു വാല്യൂ കൊടുക്കുകയാണ്. ഇനി ഒരു ഡേഞ്ചറസ് തിങ് എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഈ വാർ എടുത്ത് കളഞ്ഞു. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ കോഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, യൂസർ നെയിമുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ വാറോ ലെറ്റോ കോൺസ്റ്റോ ഒന്നും തന്നെ നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ സേവ് ചെയ്യാം. നമുക്കൊന്ന് റീലോഡ് ചെയ്തേക്കാം. നമ്മുടെ ബ്രൗസർ ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സ്റ്റിൽ ആ വാല്യൂ എടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണെന്ന് വെച്ചാൽ സച്ച് എന്നുള്ള വാല്യൂ അത് എടുക്കുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ഇസ് എ ഫോർഗിവിങ് ലാംഗ്വേജ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം അതാണ് റീസൺ. ജാവാസ്ക്രിപ്റ്റ് ഒരു ഫോർഗിവിങ് ലാംഗ്വേജ് എന്ന് പറയാം. ബ്രൗസർ എഞ്ചിൻ പറയുന്നത് കീവേഡ് വിട്ട് പോയാലോ എന്നാലും കുഴപ്പമില്ല, ഞാനത് വേരിയബിളായിട്ട് ഞാൻ അസ്യൂം ചെയ്യാം, ഞാൻ തന്നെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. സോ ജാവാസ്ക്രിപ്റ്റ് സൈലൻ്റ്ലി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. വാർ എന്നുള്ള സൈലൻ്റ്ലി ഇങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിനെ ട്രീറ്റ് ചെയ്യുക. ഈവൻ ദോ നമ്മൾ വാറോ ലെറ്റോ കോൺസ്റ്റോ കൊടുത്തില്ലെങ്കിൽ കൂടി ജാവാസ്ക്രിപ്റ്റ് അത് ഓട്ടോമാറ്റിക്കലി ഈ വാറാണെന്ന് അസ്യൂം ചെയ്തിട്ട് അതെടുത്ത് അത് എക്സിക്യൂട്ട് ചെയ്യും. ബട്ട് ഗൈസ് ഇത് റിലേ ചെയ്യരുത്, കാരണം കോഡ് റീഡ് ചെയ്യുന്ന ഡെവലപ്പേഴ്സിന് തോന്നും യൂസർ നെയിം മേ ബി ഓൾറെഡി വേറെ സ്ഥലത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ക്രിപ്റ്റിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾ ആണെന്നുള്ളത്. സോ സെർച്ച് ചെയ്ത് ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ കീവേഡ് ഇല്ലാതെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ബാഡ് പ്രാക്ടീസാണ്, നമ്മളത് ഒരിക്കലും യൂസ് ചെയ്യരുത് അങ്ങനെ. ഓക്കെ, ഇത്തരത്തിലുള്ള ഫോർഗിവിങ് ലാംഗ്വേജിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ജാവാസ്ക്രിപ്റ്റിൽ ഒരു മോഡ് ഉണ്ട്, അതാണ് സ്ട്രിക്റ്റ് മോഡ്. സ്ട്രിക്റ്റ് മോഡ് ES5 ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. എനേബിൾ ചെയ്യാൻ ഫയലിൻ്റെ ടോപ്പിൽ സിമ്പിളായിട്ടൊരു കീവേഡ് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ കേസ് നമ്മുടെ ടോപ്പ് ഫയൽ ഇതാണ്. ഇവിടെ ഞാൻ ഡബിൾ കോട്ട്സിൽ കൊടുത്തിട്ട് ഞാൻ ഒരു രണ്ട് കീവേഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്, യൂസ് സ്പേസ് STRICT സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ സെമിക്കോളൻ അതിന് ശേഷം ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഞാൻ ഡബിൾ കോട്ട്സ് കൊടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ കോട്ട്സ് വേണമെങ്കിൽ സിംഗിൾ കോട്ട്സിലും കൊടുക്കാം, അതും ഓക്കെയാണ്. ഓക്കെ, സോ ഇത് നമുക്ക് തോന്നും റാൻഡം സ്ട്രിംഗ് ആയിട്ട് തോന്നും, ബട്ട് ബ്രൗസർ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഓക്കെ, ഇത് സ്ട്രിക്റ്റ് മോഡ് ഓൺ ചെയ്യാനുള്ളതെന്ന് അതിന് മനസ്സിലാവും. സോ സ്ട്രിക്റ്റ് മോഡ് അപ്ലൈസ് ഓൺലി ടു ദാറ്റ് ഫയൽ ഓർ ഫംഗ്ഷൻ. ഹോൾ വെബ്സൈറ്റിലേക്കുള്ള സ്ക്രിപ്റ്റ് എല്ലാം അല്ല ആക്ച്വലി പറയുന്നത്, ഈ പെർട്ടിക്കുലർ ഫയൽ അല്ലെങ്കിൽ ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രിക്റ്റ് മോഡ്. ഓക്കെ, സോ സ്ട്രിക്റ്റ് മോഡ് ബേസിക്കലി സ്റ്റോപ്പ് ചെയ്യും. അവിടെ കീവേഡ്ലെസ് ഉള്ള വേരിയബിൾസിനൊക്കെ സ്ട്രിക്റ്റ് മോഡ് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ എഴുതിയിട്ട് സേവ് ചെയ്തു. എന്നിട്ട് നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ അടിച്ച് യൂസർ നെയിം ഇസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞു വന്നു. കാരണം അത് സ്ട്രിക്റ്റ് മോഡ് കീവേഡ്ലെസ് വേരിയബിൾസിനൊക്കെ സ്റ്റോപ്പ് ചെയ്യും. സ്ട്രിക്റ്റ് മോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. സോ ഇത് നമ്മൾ റീലോഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ യൂസർ നെയിം ഇസ് നോട്ട് ഡിഫൈൻഡ്, നമുക്ക് എറർ കിട്ടി. പെർഫെക്റ്റ് നമുക്ക് പറയാൻ പറ്റും, ബിക്കോസ് ജാവാസ്ക്രിപ്റ്റ് വോണ്ട് സൈലൻ്റ്ലി ക്രിയേറ്റ് ഗ്ലോബൽ വേരിയബിൾസ് നൗ. ഓക്കെ, ഇനി സ്ട്രിക്റ്റ് മോഡ് പ്രിവെൻറ്റ് ചെയ്യും, ലൈക്ക് റിസർവ് നെയിംസ് പോലത്തെ വേരിയബിൾസിനൊക്കെ സ്ട്രിക്റ്റ് മോഡ് പ്രിവെൻറ്റ് ചെയ്യും. നെക്സ്റ്റ് വിയേർഡ് തിങ് ആണ്, നമുക്ക് വിത്തൗട്ട് സ്ട്രിക്റ്റ് മോഡ് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. ഞാനത് കമൻറ്റ് ഔട്ട് ചെയ്യാം. ഇത് യൂസ് സ്ട്രിക്റ്റ്, എന്നിട്ട് യൂസർ നെയിമിന് വരാം. ഞാനിപ്പോൾ
അൺഡിഫൈൻഡ് നമുക്ക് വേരിയബിളിൻ്റെ പേര് തന്നെ അൺഡിഫൈൻഡ് എന്ന് കൊടുത്തിട്ട് സച്ചിൻ എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് console.log അൺഡിഫൈൻഡ് എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ വാർ കൊടുക്കുക, വാർ സേവ് അൺഡിഫൈൻഡ്. സോ ബേസിക്കലി ഇത് ചില ബ്രൗസറിൽ ഈ വാല്യൂ എടുക്കും 10 എന്നുള്ളത്, ചിലതിൽ എടുക്കില്ല. കാരണം സം കേസ് എസ്പെഷ്യലി ഓൾഡർ ജാവാസ്ക്രിപ്റ്റ് പാറ്റേൺസിൽ ദിസ് ക്യാൻ ബിഹേവ് ബാഡ്ലി ഓർ അലോ വിയേർഡ് സ്റ്റഫ്. സോ ദാറ്റ്സ് വൈ അൺഡിഫൈൻഡ് ബേസിക്കലി ഇത് റിസർവ്ഡ് ആൻഡ് സ്പെഷ്യൽ വാല്യൂ ആണെന്ന് പറയാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ അൺഡിഫൈൻഡ് വാല്യൂവിൽ ഞാനിവിടെ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ യൂസ് യൂസ് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്ത് സേവ് ചെയ്തിട്ട് ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സോ നമുക്ക് എറർ കിട്ടും. cannot assign read only property undefined to an object basically. സോ അത് ഈ റിസർവ്ഡ് കീവേഡാണ്, അതിലേക്ക് വാല്യൂ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് പറയും. സോ നൗ മോഡേൺ ജാവാസ്ക്രിപ്റ്റ് ഓൾറെഡി പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഇത്, ലൈക്ക് വിത്ത് ബെറ്റർ ലെറ്റ് ആൻഡ് കോൺസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്ട്രിക്റ്റ് മോഡ് ബേസിക്കലി ആഡ്സ് മോർ സേഫ്റ്റി എസ്പെഷ്യലി വിത്ത് ഓൾഡർ സ്റ്റൈൽ ലൈക്ക് വാറിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ പഴയ സ്റ്റൈലിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് മോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് ബെറ്റർ ആവും ആക്ച്വലി. ഈ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, സ്ട്രിക്റ്റ് മോഡ് ഓൺ ചെയ്തിട്ട് നമുക്കിത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തു സ്ട്രിക്റ്റ് മോഡ് ഓൺ ചെയ്തിട്ട് അൺഡിഫൈൻഡ് എന്നുള്ള ഒരു വാല്യൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറർ കിട്ടും. കാരണം ബ്രൗസർ വിൽ ഷോ ഡിഫറെൻറ്റ് മെസ്സേജസ് ബട്ട് ഇറ്റ് ഫെയിൽസ് ആക്ച്വലി. നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലായി ബ്രൗസറിൽ കുറച്ച് ഡിഫറെൻറ്റ് മെസ്സേജ് തന്നത്, പക്ഷേ അത് ഫെയിൽ ആയിട്ടുണ്ട് ആക്ച്വലി. സോ ഈ റിസർവ്ഡ് കീവേഡ്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ സ്ട്രിക്റ്റ് മോഡ് പ്രിവെൻറ്റ്സ് മെസ്സേജിങ് വിത്ത് റിസർവ്ഡ് കീവേഡ്സ് ഓർ സ്പെഷ്യൽ വാല്യൂസ്. ഓക്കെ, സോ ഇനി ഇവിടെ 2 പോയിൻ്റാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഇഫ് യു ആർ റൈറ്റിംഗ് മോഡേൺ ജാവാസ്ക്രിപ്റ്റ് പ്രോപ്പർലി, നമ്മൾ മോഡേൺ ജാവാസ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ ബേസിക്കലി ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റ് വെച്ചിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് ക്ലീൻ പാറ്റേൺസ് ആയിട്ട് കോഡൊക്കെ നമ്മൾ റൈറ്റ് ചെയ്യുക. യു ഓൾറെഡി അവോയ്ഡ് ലൈക്ക് പഴയ മോശപ്പെട്ട ബാഡ് പ്രാക്ടീസ് കോഡ്സൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ബട്ട് നിങ്ങൾക്കൊരു എക്സ്ട്രാ സേഫ്റ്റിയും കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് സ്ട്രിക്റ്റ് എന്നുള്ളത് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ സേഫ്റ്റിയും കൂടി നിങ്ങളുടെ സൈഡിൽ കിട്ടും. പേഴ്സണലി സ്ട്രിക്റ്റ് മോഡ് ഈസ് ഓപ്ഷണലാണ്, പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാനപ്പോൾ പറഞ്ഞു ജാവാസ്ക്രിപ്റ്റ് ഫോർഗീവിങ് ലാംഗ്വേജ് ആണ്. സംടൈംസ് പക്ഷേ ഡേഞ്ചറസ് ആയി മാറും അത്. കാരണം കുറച്ച് പഴയ കാലത്തൊക്കെ ലൈക്ക് വാർ പ്ലസ് കീവേഡ്ലെസ് വേരിയബിൾസും ആകെ മെസ്സിയൊക്കെ ആയിരുന്നു നമ്മുടെ കോഡ്. എന്ന് വെച്ചാൽ വാറിന്ന് യൂസ് ചെയ്യാണ്ട് നമ്മൾ യൂസ് ചെയ്യുക, പിന്നെ കീവേഡ്ലെസ് ഒന്നും യൂസ് ചെയ്യാണ്ടൊക്കെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ഭയങ്കര നമ്മുടെ കോഡ് മെസ്സി ആയിരുന്നു. പക്ഷേ ES5 സ്ട്രിക്റ്റ് മോഡ് അല്ലെങ്കിൽ പ്ലസ് ES6 അല്ലെങ്കിൽ ലെറ്റ് ഓർ കോൺസ്റ്റ് വെച്ചിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ബെറ്ററാക്കി മാറ്റും. ഓക്കെ, സോ എപ്പോഴും അല്ലെങ്കിൽ ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റ് എപ്പോഴും യൂസ് ചെയ്യുക, ഫോളോ ക്ലീൻ പാറ്റേൺസ് യൂസ് ചെയ്യുക, വാറൊക്കെ അവോയ്ഡ് ചെയ്യുക, പിന്നെ നെവർ ഡിക്ലെയർ എ വേരിയബിൾ വിത്തൗട്ട് കീവേഡ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഐ എം റാപ്പിംഗ് ഇറ്റ് ഓഫ്. ബൈ.